അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ഒന്നുകൂടി വായിച്ചേ. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ആമേൻ. വായിച്ച വാക്യം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എവിടേക്ക് പോകുന്നതിൻ്റെ പ്രത്യാശയാണ്? സ്തോത്രം. നമ്മൾക്ക് സ്തോത്രം ഒരു നിത്യതയുണ്ട്, ഒരു ദൈവരാജ്യമുണ്ട്. അവിടേക്ക് പോകേണ്ടതിനായി പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം. അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസാനം. അവസാനം വരെ ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾ മന്ദത ഉള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അപ്പോൾ ഇന്ന് ഒരു മന്ദത, സ്വന്തം ചിലർക്കൊക്കെ സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്, അല്ലെങ്കിൽ ചിലർക്കൊക്കെ വീണുപോയ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഈ അധ്യായത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരിക്കൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രകാശനം, നല്ല അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇതൊക്കെ പ്രാപിച്ചിട്ട് പിന്നത്തേതിൽ തെറ്റിപ്പോയാൽ എന്ന പദം എഴുതിയിരിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് ഈ എബ്രായ ലേഖനം 6-ാം അധ്യായം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അതുകൊണ്ടാണ് അതിൻ്റെ 11-12 വാക്യങ്ങളിൽ പറയുന്നത്, അവസാനത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ മന്ദതയുള്ളവരാകാതെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. കാരണം കർത്താവിൻ്റെ വരവ് എപ്പോഴെന്ന് നമുക്കറിയത്തില്ല. എല്ലാ സംഭവങ്ങളും ഇന്ന് ഒരൊറ്റ ദിവസം തന്നെ പല സ്ഥലങ്ങളിലും പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് ഒരൊറ്റ ദിവസത്തെ 24 മണിക്കൂർ കൊണ്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന കൊതിയന്മാരായിരിക്കുന്ന ഭരണാധികാരികൾ ഏതു രാജ്യത്തോടും യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഉത്സാഹത്തോടും സന്നാഹങ്ങളെല്ലാം ചേർത്ത് നിർത്തിയിരിക്കുന്ന ഭരണാധികാരികൾ, രാജ്യത്തെ അധികാരികൾ, സ്വതം ഇതെല്ലാം കാണുമ്പോൾ ഏകദേശ രൂപത്തിലേക്ക് എത്തുകയാണ് യേശുവിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ. നമ്മളൊന്നും മന്ദത ഉള്ളവരായി തീരരുത്, ഉത്സാഹമുള്ളവരായി മാറണം, ബുദ്ധിയുള്ളവരായി തീരണം. ഒരിക്കൽ സ്വതം ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ട് പിന്മാറിപ്പോയാൽ പിന്നത്തേതിൽ അതിനെ പുതുക്കുവാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. സ്വതം പോയത് ഇതൊക്കെയാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നതും വായിക്കുന്നതും. യേശു ഭൂമിയിൽ ജീവനോടായിരിക്കുന്ന സമയത്ത് 10 കന്യകമാരുടെ ഉപമ പറയുന്നുണ്ട്. 5 പേര് കൊള്ളക്കാരായിരുന്നെന്നോ, 5 പേര് വ്യഭിചാരികളായിരുന്നെന്നോ, 5 പേര് മോഷ്ടാക്കളായിരുന്നെന്നോ അല്ല പറയുന്നത്. 5 പേർക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല, 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു. ഈ ബുദ്ധി ഇല്ലാത്തവരിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, അവർ വിളക്കോടുകൂടി എണ്ണ കരുതിയില്ല എന്നൊരൊറ്റ തെറ്റാ. സ്തോത്രം. അവരൊറ്റ കാരണത്താൽ അവർക്ക് മണവാളനോട് കൂടെ സ്തോത്രം കഴിയുവാൻ, ഒരുമിച്ചിരിപ്പാൻ കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അവരൊറ്റ കാരണത്താൽ. പിന്നീട് ഒരു അവസരം ലഭിച്ചോ? ഉണ്ടായതുമില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. പിന്നീട് ഒരു അവസരം അവർക്കുണ്ടായില്ല, അവരൊറ്റ അവസരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്ത തെറ്റെന്ന് പറയുന്നത്, വിളക്കോടുകൂടെ എണ്ണ ഉണ്ടായിരുന്നില്ല, മറ്റവർ വിളക്കോടുകൂടെ എണ്ണയും കരുതിയിരുന്നു. ഇതാണ് ഇവർ ഒരു വിഭാഗത്തിന് ബുദ്ധിയില്ലാത്തവരെന്ന് പറയാൻ കാരണമായി തീർന്നത്.
മറ്റൊരു വിഭാഗക്കാർ ബുദ്ധിയുള്ളവരായി തീർന്നതും ഈ ഒരൊറ്റ കാരണത്താലാണ്. യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും സ്വതം ഇസ്രായേൽ അതിൻ്റെതായ പ്രകമ്പനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ലോകരാജ്യങ്ങളും രാജാക്കന്മാരും അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും വിളിച്ചറിയിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, മന്ദത ഉള്ളവരായി തീരരുത്. സ്വതം കർത്താവ് വരും. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും അവരും പ്രത്യാശിച്ചിരുന്നു യേശു ഇന്ന് വരും. നാളെ എന്നല്ല, അടുത്ത വർഷമൊന്നല്ല, അവർ ഇന്ന് വരും എന്ന് കരുതിക്കൊണ്ട് അവർ ഓരോ ദിവസവും അതുപോലെ ജീവിച്ചെന്നാണ് തിരുവഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളും അതേ വചനം തന്നെ ഫോളോ ചെയ്ത് നമ്മളും ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ വരവ് ഇന്ന് ഉണ്ടാകുമെന്നാണ്. സ്വതം വാക്യത്തിൽ ഇങ്ങനെയാണ്, 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരിക്കൽ സ്വത പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ബൈബിൾ പറയുന്നത് പിന്നത്തേതൊരു മടങ്ങിവരവുണ്ടെന്നല്ല. ഇത് അപ്പൊ നമ്മളെല്ലാവരും പറയുന്നത് പത്രോസിനെ മടക്കി വരുത്തിയില്ലേ, അതുപോലെ നമ്മളെ മടക്കി വരത്തത്തില്ല. അതാണ് സംഭവം. സ്വതന്ത്ര പത്രോസിനോടൊക്കെ യേശു കടന്നു പോകുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. സ്വതന്ത്ര പരിശുദ്ധാത്മാവിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അവൻ വരും, ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും ശമരിയയിലും യഹൂദയിലും ലോകത്തിന്റെ അറ്റത്തോളം ഇതിന്റെ സാക്ഷികളായി തീരും. സ്തോത്രം. അതുവരെയും യേശു കൂടെ ഉണ്ടായിരുന്നു. യേശു പുറപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മളെല്ലാം ആത്മാവിന്റെ യുഗത്തിൽപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. നിന്ന് യേശു നമ്മുടെ നടുവിലില്ല, പക്ഷേ അവൻ തന്നിരിക്കുന്ന ഒരു ആത്മാവ് നമ്മളുടെ കൂടെയുണ്ട്. യേശു പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ താൻ പോകുന്നത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കാര്യസ്ഥനെ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? അയക്കുന്നു. അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് തന്നുപോയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇതൊക്കെ ആസ്വദിച്ചിട്ട് പിന്മാറിപ്പോയാൽ, ഇതാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാ വചനം പറയുന്നത്. അതിന്റെ സ്തോത്രം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാം വാക്യം. തങ്ങൾക്ക് തന്നെ 5 കൂടി വായിച്ചോ. 5. ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ ആര് പറയുന്നു? പരിശുദ്ധാത്മാ പറയുന്നു. അവരെ വീണ്ടും സ്വതം ഒന്ന് പുതുക്കി കൊടുക്കുവാൻ, ആ ലൈസൻസ് ഒന്ന് പുതുക്കുവാൻ, സ്വതം എക്സ്പയർ ഡേറ്റ് ഒന്ന് മാറ്റിയിട്ട് പിന്നെ ഒന്ന് പുതുക്കുവാൻ കഴിയത്തില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് സ്വതം പത്രോസിനെ മടക്കി കൊണ്ടുവന്നില്ലേ, യോഹനാനെ മടക്കി കൊണ്ടുവന്നില്ലേ, യാക്കോബിനെ മടക്കി കൊണ്ടുവന്നില്ലേ? സ്വതം ആ കടൽക്കരയിൽ കടന്നു എന്ന തിബിരിയാസ് കടൽക്കരയിൽ നിന്ന് ആ കടലിൽ നിന്ന് അവരെ കരയിൽ കയറ്റി അവർക്ക് അപ്പവും സ്വതം മീനുമെല്ലാം കൊടുത്ത് അവരെ മടക്കി കൊണ്ടുവന്നില്ലേ എന്നുള്ളതാണ് നമ്മളുടെയും ഹൃദയത്തിൽ കിടക്കുന്ന ചിന്ത. അങ്ങനെയെങ്കിൽ എനിക്കും ഒരു അവസരം തരും സ്വതം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത് ഇത്തിരി ഡേഞ്ചറാ. ഇവിടെ പറയുന്നത് അവരെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുതുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരുപാട് സിഗ്നലുകൾ തന്നിട്ടുണ്ട്. പഴയ നിയമ ഭക്തന്മാരെക്കാൾ അധിക സിഗ്നലുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സ്വന്തം നോഹയുടെ കാലം തന്നു. കനാൻ ദേശം അവകാശമാക്കുവാൻ വേണ്ടി കടന്നുപോയ ഇസ്രായേൽ ജനത്തിന്റെ കാലഘട്ടം, മോശ വഴിയായിട്ടുള്ള കാലഘട്ടം നമുക്ക് തന്നു. നമുക്ക് മുമ്പാകെ നിന്നിരുന്ന അപ്പോസ്തലന്മാരുടെ കാലഘട്ടം നമുക്ക് തന്നു. സ്തോത്രം. ഇനി നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാം എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സ്തോത്രം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. സ്തോത്രം. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു: ഇതാ ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് ബുദ്ധിപദേശത്തിനായിട്ട് ഇത് എഴുതിയും ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ലോകാവസാനം ഇതെന്ന് എഴുതിയതാ പൗലോസ്. സ്തോത്രം. AD 65 അല്ലെങ്കിൽ സ്തോത്രം 60 ആ കാലഘട്ടത്തിലൊക്കെ എഴുതിയതാ. അന്ന് പറയുന്നത് ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? 2025
അന്ന് ആ ഭക്തന്മാർ പ്രത്യാശയോടെ അവർ ചിന്തിച്ചത് ആ കാലഘട്ടത്തിൽ യേശു വരുമെന്ന്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. നമുക്ക് ബുദ്ധിപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. 2025 വർഷം പിന്നിടുമ്പോഴും ഈ വചനം അങ്ങനെ തന്നെ കിടക്കുകയാണ്. സ്തോത്രം. അന്ന് പൗലോസ് പറഞ്ഞു, ഇന്നാണ് ആ ദിവസം. ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, ഇന്നാണ് സുപ്രസാദ ദിവസം, ഇന്നാണ് രക്ഷാ ദിവസം. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. അപകടമാണ്. മറ്റൊരു ഭാഗത്ത് എന്റെ ബുദ്ധിയിലേക്ക് കടന്നു വരിക, മറ്റൊരു ഭാഗത്ത് സ്തോത്രം ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. അവൻ പിന്മാറിപ്പോയി. ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ ഒന്നെടുത്ത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കിയ അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അടുത്ത വാക്യം. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് പഴയ നിയമത്തിലെ കാര്യം. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പിന്നെയും എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു അവസരം പിന്നത്തേതിൽ നമുക്ക് ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടേതായ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ട സമയത്ത് ക്രമീകരിക്കാതെ പിന്നെയും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എങ്കിൽ ഒരു പക്ഷേ നമുക്കത് ലഭിക്കണമെന്നില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പിന്നെയും പുതിയ നിയമസഭയോട് ദൂതായി അറിയിക്കുന്നത്. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ. അതിന്റെ 15-ാം വാക്യത്തിൽ ഞാൻ സ്തോത്രം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി. അപ്പൊ കലക്കമുള്ള വേര് ആര് മുളപ്പിക്കും? സാത്താൻ, പിശാച് അനുദിനവും ദൈവജനത്തെ കലക്കി കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. സ്തോത്രം. കലക്കുന്ന ഒരു ശക്തിയുണ്ട് പ്രിയ മക്കളെ. കലക്കുന്ന ശക്തിയെ തകർക്കാൻ വേണ്ടിയാ നീ പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ കൊണ്ട് കലക്കുന്ന ശക്തികളെ തകർത്ത് കളയുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ കരത്തിൽ വഹിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. മറക്കരുത്, ദൈവകൃപ വിട്ട് പിന്മാറരുത്. അനുദിനവും ദൈവകൃപ നമ്മൾ എന്ത് ചെയ്തോളണം? വർദ്ധിപ്പിച്ചു കൊള്ളണം. ദൈവകൃപ വർദ്ധിപ്പിച്ചു. ഇന്നത്തെ ആധുനിക ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയ മക്കളെ? നമ്മൾ ഇന്ന് പലരോടും മത്സരിക്കുകയാ. എങ്ങനെയുള്ള തലത്തിൽ? ഒരുത്തൻ ഭൗതികമായിട്ട് ഉയർന്നാൽ അവനെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുകയാ. എന്നാൽ ഒരുത്തൻ ആത്മീകമായിട്ട് ഉയർന്നാൽ അവനെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ടോ? ഒരുത്തൻ, നമ്മളായിരിക്കുന്ന ദൈവസഭയിൽ ഒരുത്തൻ ഒരു കൃപാവരം പ്രാപിച്ചു, ഒരു പ്രവചനവരം പ്രാപിച്ചു. അവൻ പ്രാപിച്ചിരിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന്. അങ്ങനെയെങ്കിൽ ആ ഒരു കൃപ ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ടോ പ്രിയ മക്കളെ? ഇന്ന് നമ്മൾ കിടപിടിച്ച് മത്സരിക്കുന്നത്, അവൻ ഭൗതികമായിട്ട് ഉയർന്നു, എനിക്കും ഭൗതികമായ ഒരു അനുഗ്രഹം വേണം, എനിക്കും ഭൗതികമായിട്ട് ഉയർച്ച വേണം. ഇതിലേക്കല്ലേ നമ്മുടെ ശ്രദ്ധ പോകുന്നത്? ഇത് സാത്താന്റെ ഒരു തന്ത്രമാണ്. നമ്മൾ വളർന്നു വരേണ്ടത് ദൈവകൃപയിലാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലാണ്. അത് നീ പ്രാപിച്ചാൽ അതിനോടുകൂടെ ബാക്കിയുള്ളതെല്ലാം വന്നു ചേരുമെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവ കൃപ വിട്ടെന്ത് പിന്മാറിപ്പോകരുത്. ദൈവകൃപ വിട്ടുപോകരുത് പ്രിയ മക്കളെ. ദൈവകൃപയിൽ നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. യേശാവിന് അന്ന് സംഭവിച്ചത് അവന്റെ കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരു ഊണിന് വേണ്ടി, ചെറിയൊരു കാര്യത്തിന് വേണ്ടി, സ്വന്തം വീട്ടിലുള്ള കൊച്ചു കാര്യത്തിന് വേണ്ടിയായിരിക്കണം വഴക്ക്, പിണക്കം, സ്വന്തം ഗർവ്, ദേഷ്യം, ഇതൊക്കെ വന്നിട്ട് സ്വന്തം അന്നത്തെ പോലെ ഇന്ന് ഊണിന്റെ ക്ഷാമമൊന്നുമില്ല. എല്ലാ വീടുകളിലും തന്നെ ഊണൊക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ട്, ആഹാരമൊക്കെ ഉണ്ട്. ഇന്ന് പൊട്ടിത്തെറിയാ സംഭവിക്കുന്ന സ്ഫോടനം. സ്വന്തം കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത നിലവാരത്തിലുള്ള പൊട്ടിത്തെറികൾ, സ്ഫോടനങ്ങൾ സ്വന്തം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് നിമിത്തം കൃപ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ച് ഈ കൃപ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് തോന്നും പിന്നത്തേതിൽ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന്. പരിശുദ്ധാത്മാവ് ജീവനുള്ള വ്യക്തിയാ.
അല്ലാതെ നമ്മുടെ കരത്തിലിരിക്കുന്ന ഒരു കളിപ്പാട്ടമൊന്നുമല്ല. കയ്യിൽ നിന്ന് താഴെ വിട്ടു പോകുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള സമയത്ത് അതൊന്ന് എടുത്ത് കയ്യിൽ വെക്കാനിട്ട് പറ്റുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ്. ശുദ്ധ ജീവനുള്ള വ്യക്തിത്വമാണ്. നമ്മുടെ മനസ്സാക്ഷിയെ പോലും നോക്കിക്കൊണ്ട് നിൽക്കണോ, പോകണമോ, കൂടെ ഇരിക്കണമോ, നടത്തണമോ എന്ന് ദൈവാത്മാവ് ചിന്തിക്കും. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് അവന്റെ നല്ല ദാനങ്ങൾ ആസ്വദിച്ചിട്ട് അവൻ പിന്മാറിപ്പോയാൽ അവന് വീണ്ടും മാനസാന്തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുതുക്കാൻ കഴിവുള്ളതല്ല എന്ന് എബ്രായ ലേഖന കർത്താവ് ഇവിടെ വിളിച്ചു പറയുകയാണ്. ഇവിടുത്തെ ചരിത്രം, ഇവിടുത്തെ പശ്ചാത്തലമെല്ലാം നിങ്ങൾക്കറിയാം. ഒരു കൊച്ചു കാര്യത്തിന് വലിയ കാര്യമൊന്നുമല്ല. പരിശുദ്ധാത്മാവ് അന്ന് സംഭവിച്ച ചെറിയൊരു തെറ്റ് എബ്രായ ലേഖനത്തിൽ വീണ്ടും ഒന്ന് കോട്ടിയണമെങ്കിൽ എത്രത്തോളം വലിയ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചോളണം. അവൻ പിന്നത്തേതിൽ എന്ത് ചെയ്തു? അനുതപിച്ചു, മാനസാന്തരപ്പെട്ടു. പക്ഷെ എന്ത് സംഭവിച്ചില്ല? പ്രതിഫലമുണ്ടായില്ല. വലിയ കാര്യമാണോ? ചെറിയൊരു കാര്യത്തില്, വെറും ഊണിന്റെ വിഷയത്തില്, സ്വന്തം ചെറിയ ആഹാര കാര്യത്തില് തെറ്റ് കാണിച്ചപ്പോൾ അവൻ വീണ്ടും കടന്നു ചെന്ന് അപ്പന്റെ അടുക്കൽ സ്വന്തം കരയുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, എന്നെയും കൂടി അനുഗ്രഹിക്കണമേ. ഇല്ലായിരുന്നു. പഴയ നിയമത്തിലെ കാര്യം. പക്ഷെ പുതിയ നിയമത്തിൽ അത് എഴുതി വെച്ചിരിക്കുകയാ. ഒന്ന് വായിച്ചേ, 15-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നിട്ട് ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയമക്കളെ. കയ്പ് നമ്മുടെ ഹൃദയത്തിനകത്തളത്തിൽ മുളപ്പിക്കും. ആര്? സ്വതം കർത്താവിന്റെ ദാസൻ ഇവിടെ നിന്ന് ദൈവവചനം ആരാധിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു കാര്യം പറഞ്ഞു. സാത്താൻ വന്ന് കള വിതച്ചിട്ട് എന്ത് ചെയ്യും? പോയിക്കളയും. കള വിതച്ച് പോയിക്കളയാൻ സാധ്യതയുണ്ട്. നമ്മൾ അറിയത്തില്ല. ഇവിടെ പറയുന്നത് ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് വേണ്ടി ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ. അപ്പൊ ഒരു ഊണ് കഴിച്ചു കഴിയുന്ന ഭക്തി പോകുമെന്നാണ് പറയുന്നത്. അതേ മക്കളെ, ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ചിലതൊക്കെ ഇത് ഒരു ഫെസ്റ്റിവലിന്റെ കാലഘട്ടമാണ് കേട്ടോ. സൂക്ഷിച്ചോളണം എല്ലാ കാര്യത്തിലും. ഇത് വരുന്നതിന് മുമ്പേ, ആഴ്ചകൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ എല്ലാം പ്രബോധിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. വിളിക്കുന്ന സ്ഥലത്തും വിളിക്കാത്ത സ്ഥലത്ത് കടന്നുപോയി വല്ലതുമൊക്കെയും ജീവിതത്തിൽ വരുത്തി വെച്ചിട്ട് പിന്നത്തേതിൽ 21-40 ഉപവസിച്ചെന്നാലും അത് ജീവിതത്തിൽ നിന്നും മാറിപ്പോകത്തില്ല എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ ഒന്നും മലിനമല്ല. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലതൊക്കെ ജീവിതത്തിൽ കയ്പിന്റെ വേര് മുളച്ചു പോകുവാൻ ഇടയായി തീരുമെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാ. വളരെ ശ്രദ്ധിച്ചോളാം പ്രിയമക്കളെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പല നിർബന്ധങ്ങളും വരും. വലിയ താല്പര്യങ്ങൾ വരും, വലിയ പ്രോത്സാഹനങ്ങൾ വരും. അവിടെയെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളണം. ഇതൊരു ഭക്ഷണ കാര്യത്തിൽ തകർന്നു പോയൊരു വിഷയമാണ്. ഒരു ഊണ് കഴിച്ച അല്ലെങ്കിൽ ഒരു പായസം കുടിച്ച കാര്യത്തിൽ സംഭവിച്ചു പോയൊരു കാര്യമാ. അവൻ പിന്നത്തേതിൽ കടന്നു വന്നു. സ്തോത്രം. അവന് മാനസാന്തരത്തിനിടം കണ്ടില്ലെന്ന് പറയുന്നത്. അടുത്ത വാക്യം, 17-ാം വാക്യം. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. എങ്ങനെ അപേക്ഷിച്ചു? വചനം പറഞ്ഞ് കണ്ണുനീരോടെ വിതക്കുന്നവർ അങ്ങനെയല്ലേ. കണ്ണുനീരിനെ ദൈവം എന്ത് ചെയ്യത്തില്ല, മറികടക്കത്തില്ല. നിനക്ക് കരയാൻ കഴിയും. നമ്മൾ അങ്ങനെ പ്രസംഗിക്കാറുണ്ട്, പല സ്ഥലങ്ങളിൽ അങ്ങനെ കാണുന്നു. എന്നാൽ ഇവിടെ നോക്ക് പ്രിയമക്കളെ, കണ്ണുനീരോടുകൂടെ അവൻ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതുപോലത്തെ പാപങ്ങളുണ്ട്. ചതി. ചതിയിലും സ്വർഗത്തിലെ ദൈവം മാനസാന്തരത്തിന് ഇടം കൊടുക്കത്തില്ല. യൂദയുടെ ജീവിതത്തിൽ സംഭവിച്ചത് കൂടെ ഇരുന്നു കൊണ്ട്, കൂടെ നടന്നുകൊണ്ട്, കൂടെ ആഹാരം കഴിച്ചുകൊണ്ട് ചതിക്കാൻ ശ്രമിച്ചു. ചതി അവൻ നടപ്പിലാക്കി. അവനും ഇതുപോലെ കരത്തിൽ ലഭിച്ച വെള്ളിക്കാശുമായിട്ട് പുരോഹിതന്മാരുടെ അടുക്കൽ കടന്നു ചെന്നു. നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു, ഈ നന്മ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുനീരോടുകൂടി അവരോട് അപേക്ഷിച്ചു. പക്ഷേ തള്ളപ്പെട്ടു. കേട്ടോ പ്രിയമക്കളെ, എല്ലാം ക്ഷമിക്കുമെന്ന് ഒരിക്കലും ആരും ചിന്തിക്കരുത്.
എല്ലാം ഏത് സമയത്തും പരിശുദ്ധാത്മാവ് വിട്ടുകളയുമെന്ന് ചിന്തിക്കരുത്. ഇങ്ങനത്തെ ചില കുടുക്കുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ വായിച്ചു മനസ്സിലാക്കി നമ്മളിൽ ആ കുടുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നത്തേതിൽ അവൻ എന്ത് ചെയ്തു? കണ്ണുനീരോടുകൂടെ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു. കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിനിടെ കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ ഇത് ആർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാ? നമുക്ക് വേണ്ടിയാ. നമുക്ക് വേണ്ടിയാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പാകെ BC-യിൽ സംഭവിച്ചൊരു വിഷയം. രണ്ടാമതും പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിന്റെ അകത്തളത്തിൽ പുതിയ നിയമ വിശ്വാസികളാകുന്ന നമ്മളുടെ മുമ്പിൽ ഇതാകെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് BC-യിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് നമുക്ക് പിന്നാലെ വരുന്ന സകല തലമുറകൾക്കും വേണ്ടിയുള്ള ഒരു മനപ്പാഠമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. കാരണം ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കരുത്. ചെറിയൊരു വിഷയം. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിലാണ് ഈ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആമേൻ. സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ വേഗം ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിന്റെ ഏകദേശം 29 വാക്യം മുതൽ ഒന്ന് വായിച്ചോ. 29 വാക്യം മുതൽ. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്ന് അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരയണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം ചുവന്നവൻ എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. സ്തോത്രം. നമ്മള് കാണാൻ സാധിക്കുന്നത് യാക്കോബ് അപ്പന്റെ മുമ്പാകെ വ്യാജം പറഞ്ഞ് അവന്റെ അനുഗ്രഹം തട്ടിയെടുത്തെന്നുള്ളതാണ്. പക്ഷെ അതല്ല സത്യം. യാക്കോബ് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. നീ എൻ്റെ മകൻ ഏശാവാണോ, എൻ്റെ മൂത്ത മകൻ ഏശാവാണോ എന്ന് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു, ശരിയാ, ഞാൻ എന്താണ് കാരണം എന്തു കൊടുത്തു വാങ്ങി? പായസം കൊടുത്തു വാങ്ങി. പായസം കൊടുത്തു വാങ്ങി. ആമേൻ. അത് വാങ്ങി അവൻ കൈവശം വെച്ചിരിക്കുക. ഇപ്പോ ഇളയവൻ ഇവന്റെ ജനനത്തിൽ തന്നെ പറഞ്ഞു ഇല്ലേ, മൂത്തവൻ ഇളയവനെ സേവിക്കും. അപ്പോ ചരിത്രം വെച്ച് നോക്കുമ്പോ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നത്, ഇവന് ഒരു ഒരു പായസം ആ സമയത്ത് കഴിച്ചില്ലെങ്കിൽ അവന്റെ വീട്ടിലാഹാരമുണ്ട്. അമ്മ കൊടുക്കും. പക്ഷെ അവൻ അത് തന്നെ കഴിക്കണം. ചില ആളുകൾ അങ്ങനെ നിർബന്ധക്കാരാ. അപ്പോൾ തന്നെ കിട്ടണം, അത് തന്നെ കഴിക്കണം. കിട്ടിയില്ലെങ്കിൽ പ്രശ്നങ്ങളാ, കൊടുത്തില്ലെങ്കിൽ പ്രശ്നങ്ങളാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവൻ വേട്ട കഴിഞ്ഞു വരുന്ന സമയത്ത് അവൻ ആഗ്രഹിച്ചത് കിട്ടണം. ചിലരങ്ങനെയാ. അവരാഗ്രഹിക്കുന്നത് എന്ത് ചെയ്യണം? നടക്കണം. അവരാഗ്രഹിക്കുന്നത് കിട്ടണം. കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇവൻ ആഗ്രഹിച്ചത് കിട്ടണം, ആ സമയത്ത് കിട്ടണം. അപ്പൊ മറ്റവൻ ചോദിക്കുന്നത് എന്താ? നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. ആരെങ്കിലും ഇന്ന് വരെ ചരിത്രത്തിൽ ചോദിച്ചിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഇല്ലേ. ഒരു ആഹാരത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നിന്റെ ജ്യേഷ്ഠാവകാശം അല്ല, നിന്റെ അധികാരം എനിക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആഹാരം കൊടുത്ത് മേടിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഇവൻ എന്ത് പൊട്ടനായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. സ്തോത്രം. എനിക്കെന്തിനാ ജ്യേഷ്ഠാവകാശം? സ്തോത്രം എന്നും പറഞ്ഞുകൊണ്ട് പായസം മേടിച്ച് കുടിച്ചിട്ട് ജ്യേഷ്ഠാവകാശം നിനക്കെന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെന്റ് ചെയ്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് യേശാവാ. പ്രൈസലോ. ചില സമയങ്ങളിലൊക്കെയും സാത്താൻ ഇതുപോലെ കയ്പുള്ള വേര് ഹൃദയത്തിനകത്തളത്തിൽ കൊണ്ടുവന്നിടും. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ളൊരു പൊട്ടിത്തെറി. ഈ പലരും ഇന്ന് പല ദൈവ മക്കളും പെട്ടുകിടക്കുകയാ പൊട്ടിത്തെറിയിൽ. കോപിച്ചിട്ട് ഇവർക്കറിയാം കോപിച്ച് കഴിയുന്ന പ്രശ്നമാ, ദൈവകൃപ പോകും, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടും. എന്നിട്ടും ഇവര് കോപിക്കും. അപ്പൊ ഇവര് ചിന്തിക്കുന്നത്, പിന്നത്തെ നമുക്ക് ആരാധിക്കാൻ കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. സ്തോത്രം. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നതിന് ചിലപ്പോൾ 10 മിനിറ്റ് കൂടി കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും. നിങ്ങൾ ചിന്തിച്ചോളണം. നമ്മൾ കരുതുന്നത് ദൈവകൃപയോടുകൂടിയാണ് ഇത് ചെയ്യുന്നതെന്നാ. അല്ല, പരിശുദ്ധാത്മാവ് പോയിട്ടുണ്ടാവും. ഈ 2 വ്യക്തിത്വങ്ങൾ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നുപോയി. അവിടെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആരാണെന്നറിയോ? ആരൻ? പരീശനാണ് കൂടുതൽ സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നതും നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നതും. പക്ഷേ ആരോട് തന്നെയായിരുന്നു പരീശൻ പ്രാർത്ഥിച്ചത്? തന്നോട് തന്നെയായിരുന്നു പരീശൻ പ്രാർത്ഥിച്ചത് തന്നോട് തന്നെയായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചതിന് ശേഷം ചിലപ്പോ സാധാരണ രീതിയിൽ 1 മണിക്കൂർ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചെന്നിരിക്കാം.
അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ആമേ ദൈവമെല്ലാം ക്ഷമിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നും തന്നെയില്ല, ആമേ ആത്മാവിനോട് കൂടെ ഉണ്ട്. ആമേ സ്തോത്രം. ഈ പരീശനും പ്രാർത്ഥിക്കുന്നത് ആരോടാ? ദൈവത്തോടാണ് എന്ന ചിന്തയിലാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ആമേ ഇത് ദൈവം കേൾക്കുന്നില്ലെന്ന് തിരിച്ചറിയുന്നത് ആമേ സ്വർഗത്തിലെ ദൈവം മാത്രമാ. പരീശൻ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ വചനം എഴുതി വെച്ചിരിക്കുന്നത് അവൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു. അവൻ വീട്ടിൽ പോയി കുറെ പദങ്ങൾ പറഞ്ഞു, നല്ല രീതിയിലൊക്കെ അവൻ പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് പ്രാർത്ഥിച്ചവൻ കടന്നുപോയി. മറ്റവനോ ആമേൻ ചില സെക്കൻഡുകൾ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്നാ പറയുന്നത് കേട്ടോ. ആമേൻ സ്തോത്രം. ഈ നാളുകളിൽ വളരെ ശ്രദ്ധിക്കണം പ്രിയമക്കളെ. ദൈവകൃപ വിട്ടുപോകാൻ കയ്പിന്റെ വേര് മുളപ്പിക്കുന്ന ഒരു സാത്താനുണ്ട്. നമ്മൾ അറിയത്തില്ല, അവനത് മുളപ്പിക്കും. നമുക്ക് ബോധപൂർവം ബുദ്ധിയിൽ തിരിച്ചറിവ് ഉണ്ടായിട്ട് ആമേ കോപിക്കരുത്, കോപിച്ചാൽ ദൈവകൃപ നഷ്ടപ്പെടും. ആമേ ഷാഢ്യം കാണിക്കരുത്, ദുശാഠ്യം കാണിക്കരുത്. ആമേ സ്വതം ഇത് ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാ പോകും എന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ അത് തന്നെ വീണ്ടും ചെയ്തിട്ട് പിന്നത്തേതിൽ നമ്മളൊന്ന് തിരിച്ച് കയറാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. അത് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലാണ്. ഇവരോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിങ്ങൾ ആ മലയിൽ കയറരുത്, അമ്മ നിങ്ങൾ തോറ്റുപോകും, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് സ്വർഗത്തിലെ ദൈവം പറയുമ്പോൾ അവർ അഹമ്മദിയോടെ പർവ്വതത്തിൽ എന്ത് ചെയ്തു? ആമെ കയറി. അവിടെ കുടിയിരുന്ന അമോരിയർ എന്ത് ചെയ്തു? തേനീച്ചകളെ പോലെ വന്നിട്ട് ഇവരെന്ത് ചെയ്തു? ആമെ ചിഹ്നിച്ചു കളഞ്ഞു. ഇവര് പിന്നത്തേതിൽ ദൈവത്തിന്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്തു? അപേക്ഷിച്ചു, കരഞ്ഞു. സ്വർഗത്തിലെ ദൈവം അവരുടെ അപേക്ഷ കേട്ടതുമില്ല എന്നാ വചനത്തിൽ വായിക്കുന്നത്. കേട്ടോ പ്രിയമക്കളെ? ആമേശ്വതം ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ആമേശ്വതം നമ്മൾക്ക് തോന്നും ഏത് സമയത്തും നമ്മൾ അടുത്ത് എന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അപേക്ഷകൾ കേൾക്കുമെന്ന്. ഇല്ല പ്രിയമക്കളെ, ദൈവം ആരുത് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ബുദ്ധിക്കകത്ത് നമ്മൾ ചെയ്തിട്ട് ആമേശ്വതം അവിടേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ നിന്ന് മറുപടി ഉണ്ടാകത്തില്ല. സ്വർഗത്തിലെ ദൈവം അത് പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. ആ ഒരൊറ്റ വാക്യം ഒന്ന് വായിച്ച് കയറി വന്നതുണ്ട്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 42-ാം വാക്യമാണ് തോന്നുന്നു. ഒന്ന് വായിച്ചേ. എന്നാൽ യഹോവ എന്നോട്, നിങ്ങൾ പോകരുത്, യുദ്ധം ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ ഇടയിലില്ല, ശത്രുക്കളോട് നിങ്ങൾ തോറ്റുപോകുമെന്ന് അവരോട് പറക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ കേൾക്കാതെ യഹോവയുടെ കൽപ്പന മറുത്ത് അഹമ്മദിയുടെ പർവ്വതത്തിൽ കയറി. ആ പർവ്വതത്തിൽ കുടിയിരുന്ന അമോര്യർ നിങ്ങളെ നേരെ പുറപ്പെട്ടു വന്നു. തേനീച്ച പോലെ നിങ്ങളെ പിന്തുടർന്ന് സേയിരിൽ ഹോർമ വരെ ചിഹ്നിച്ചു കളഞ്ഞു. നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുൻപാകെ ഇവിടെയാണ് ഈ വാക്യമാണ്. നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുമ്പാകെ കരഞ്ഞു. ഇല്ലേ? കരഞ്ഞു. ഇല്ലേ? അമ്മ എബ്രായ ലേഖനത്തിലും ഇവൻ കണ്ണുനീരോടുകൂടി ദൈവത്തോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. മക്കളെ, പലപ്പോഴും ദൈവവചനത്തിലൊക്കെ നമ്മളും പറയും, നമ്മളും പ്രസംഗിക്കുന്ന കാര്യം തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. അമ്മ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു ചെയ്യുന്ന സ്വർഗത്തിലത് എല്ലാ പ്രാർത്ഥനകളും ഇല്ലട്ടോ. ആമേശ്വത പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പരിശുദ്ധാത്മാവ് അത് നമുക്ക് മുമ്പാകെ നിരത്തി വെക്കുകയാണ്. ആമേശ്വത, എൻ്റെ കുഞ്ഞെ, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ അങ്ങനെ പറയുന്നത് തെറ്റാണ്, നീ അങ്ങനെ പ്രവർത്തിക്കുന്നത് തെറ്റാണ് എന്ന് പലതവണ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകത്തക്ക തലത്തിൽ പരിശുദ്ധാത്മാവോ വ്യക്തികളോ പ്രവാചകന്മാരോ ഇടപെട്ടിട്ടും നമ്മളത് കൂട്ടാക്കാതെ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം പ്രവർത്തിച്ചിട്ട് പിന്നത്തേതിൽ നമ്മുടേതായ ഒരു ആവശ്യത്തിന് സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പാകെ കടന്നു എന്ന് 40 ദിവസം ഉപവസിച്ചെന്നാലും 21 ദിവസം ഉപവസിച്ചെന്നാലും ആ വിഷയത്തിന്റെ മധ്യത്തിൽ മറുപടി ഉണ്ടാകത്തില്ലെന്ന് ഈ വചനത്താൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്ക് ഉറപ്പ് തരികയാണ്. ആമേൻ, സ്തോത്രം. ഏശാവ് അന്ന് മാനസാന്തരത്തിന് ഇടയില്ലാതെ വണ്ണം, അവന്റെ അപേക്ഷ കേൾക്കാതെ വണ്ണം അവൻ അന്ന് തന്നെ മരിച്ചൊന്നും പോയില്ല, പിന്നെയും ജീവിച്ചു. ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒരു കുറവും വന്നില്ല. യാക്കോബ് ഇവനെ കാണുമ്പോൾ ആമേ സ്വത്രം ആമേ സഹോദരന് ഒത്തിരി ആടുമാടുകളും ആമേ നാൽക്കാലികളും കഴുതകളും കഴുതകളും എല്ലാം കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടുവോളം ഉണ്ട്. ആമസ്വതം എന്നാ പറയുന്നത്, നീ എന്തിനാടാ എനിക്ക് തരുന്നത്? എനിക്ക് വേണ്ടുവോളമുണ്ട്. അപ്പൊ അതിൻ്റെതായ അർത്ഥം സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പാകെ അവൻ കഴിച്ച അപേക്ഷ കേട്ടില്ല. ആമസ്വതം മാനസാന്തരത്തിനിടം കണ്ടില്ല. അന്നേ ദിവസം തന്നെ അവിടെ പിടഞ്ഞു വീണ് ഏശാവ് മരിച്ചില്ല. ഏശാവ് പിന്നെയും ജീവിച്ചു. ആഹാരത്തിന് കുഴപ്പമൊന്നും വന്നില്ല, വസ്ത്രത്തിന് കുഴപ്പമൊന്നും വന്നില്ല, പാർപ്പിടത്തിന് കുഴപ്പമൊന്നും വന്നില്ല, സ്വത്തുവകകൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെല്ലാം കിട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. അവന്റെ ചിന്ത സ്വർഗത്തിലെ ദൈവമാണ് നടത്തുന്നതെന്ന്. ഇങ്ങനെ സംഭവിക്കും. അവസാനം വരുമ്പോഴാണ്
ഈ 10 കന്യകമാരുടെ ഉപമ പറയുന്നത് പോലെ ആമേൻ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അവർ വന്ന് വാതിലിൽ കൊട്ടി, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയച്ച പോലൊരു സാഹചര്യം അനേകരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ആമേ സ്തോത്രം. ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആമേ സഹോദരി സഹോദരന്മാരെ, വളരെ ആമേ സ്തോത്രം ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഈ വചനങ്ങൾ ഒന്നൊന്നായി നമ്മൾ നോക്കുമ്പോൾ ആമേ സ്തോത്രം ഇവിടെ എല്ലാം കാണുന്നത് ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം മാനസാന്തരത്തിന് നമ്മൾ ഇടം കൊടുത്താൽ ഒരു നിത്യത നമുക്ക് പ്രാപിക്കാം. ആമേ കൈപ്പുള്ള വേര് മുളക്കാതെ സൂക്ഷിക്കണം നിന്റെ ഉത്തരവാദിത്തമാ. മുളപ്പിക്കാൻ പിശാച് അനുദിനവും ശ്രമിക്കും. ഹല്ലേലൂയ. മാനസാന്തരത്തിന് ഇടം തരാതെ വണ്ണം ആമേ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുവാൻ സാത്താൻ അനുദിനവും ശ്രമിക്കും. അതിനെ കവർ ചെയ്ത് വിരോധിച്ച് ജയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ വായിക്കുന്നത് അവര് അമ്മ വീണ്ടും കടന്നു വന്ന് യഹോവയോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. കരഞ്ഞ് അപേക്ഷിച്ചു. കരഞ്ഞ് അവരപേക്ഷിച്ചു. ആമേ സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തില്ല? അവരുടെ നിലവിളി കേട്ടില്ല. നിങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല. ആമേ നിങ്ങൾ മടങ്ങി വന്ന യഹോവയുടെ മുമ്പാകെ കരഞ്ഞു. ആമേ എന്നാൽ യഹോവ നിങ്ങളുടെ നിലവിളി കേട്ടില്ല, നിങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല. അന്ന് അവിടെ അവര് മരിച്ചില്ല. കേട്ടോ പ്രിയ മക്കളെ. ആമേ സ്വതം അവരുടെ ആഹാരം അന്ന് അവിടെ പട്ടിണി ഉണ്ടായില്ല. ആഹാരമൊക്കെ കൊടുത്തു പോയിക്കൊണ്ടിരുന്നു. ആമേ സ്വതം പിന്നത്തേതിലാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. കേട്ടോ. ആമേ ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു കാര്യം അതാ. ആമേ ഇന്നത്തെ ആത്മീക ലോകത്തിലെ വ്യക്തിത്വങ്ങൾ നോക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം ഇതാ. അവൻ തളർത്തു വരുന്നു, അവൻ ഉയർന്നു വരുന്നു, അവൻ കാർ വാങ്ങിക്കുന്നു, അവൻ ബൈക്ക് വാങ്ങിക്കുന്നു, അവൻ ലോറി വാങ്ങിക്കുന്നു, അവൻ വീട് വെക്കുന്നു, അവൻ ഉയർന്നു വരുന്നു. അവനെ പോലെ തന്നെ നമ്മളും അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എടുത്തു വെച്ച് നമ്മളും അതുപോലെ തന്നെ വരുന്നു. കുഴപ്പമൊന്നുമില്ല. അവനെ നടത്തുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. പക്ഷെ എന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഞാൻ ദുശാഠ്യക്കാരനാണ്, ഞാൻ ശാഠ്യം കാണിക്കുന്നവനാണ്, ഞാൻ എതിർത്ത് പറയുന്നവനാണ്, ഞാൻ കോപിക്കുന്നവനാണ്. പക്ഷെ അവനെ പോലെ തന്നെ എനിക്കും കുഴപ്പമില്ല. ആമേശ്വരം എന്നുള്ള ചിന്ത ഇന്നത്തെ ആത്മീക ലോകത്തിൽ പലരുടെയും നിത്യതയ്ക്ക് തടസ്സമായിട്ട് സാത്താൻ കൊണ്ടുവന്ന് ചെക്ക് വെക്കുമ്പോൾ ദൈവജനമേ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ആമേശ്വരം അവർ പിന്നത്തേതിൽ വന്ന് കരഞ്ഞു, അപേക്ഷിച്ചു. അവരുടെ അപേക്ഷ സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ വേഗത്തിൽ നിസ്സാര മിനിറ്റുകൾ കൂടിയുള്ളൂ. ആമേശ്വരം അവിടെ പായസം ആമേശ്വരം അതിന്റെ 30-ാം വാക്യം. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെന്ന് പറഞ്ഞു. 31 32 വായിക്കുന്നത്? 31. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. എന്തിനു വേണ്ടി? ഇവൻ ഭയങ്കര കച്ചവടക്കാരനാ. സ്തോത്രം. ഇവൻ ഭയങ്കര കച്ചവടക്കാരനാ. പായസം കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം മേടിക്കുകയാ. ഒരു ഊണ് കൊടുത്തിട്ട് ലോകത്തിൽ ഇന്ന് വരെയും പിടിച്ചെടുക്കാൻ പറ്റാത്ത വലിയൊരു സംഖ്യ വാങ്ങിക്കുന്നവനാണ് സ്തോത്രം യാക്കോബ്. അപ്പോ അടുത്തവൻ പറയുന്നത് കേൾക്കട്ടെ. 32 വാക്യം. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്തു. തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. അലക്ഷ്യമാക്കി കളഞ്ഞു. നാം പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ അലക്ഷ്യമാക്കി കളഞ്ഞു. നമ്മൾ ചിന്ത പരിശുദ്ധാത്മാവ് പോയി കഴിയുന്ന എപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കും, ഇദ്ദേഹം വീണ്ടും വരുമെന്ന. ഇല്ല പ്രിയ മക്കളെ. പരിശുദ്ധാത്മാവ്, ഞാൻ പറഞ്ഞ ജീവനുള്ള വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ഏതെങ്കിലും വസ്തുവാണെങ്കിൽ നമ്മുടേതായ പ്രാപ്തിക്കൊത്തവണ്ണം, പ്രാബല്യത്തിനൊത്തവണ്ണം കുറച്ചും കൂടുതലൊക്കെ പൈസ കൂടുതൽ കൊടുത്തൊക്കെ നമുക്ക് വാങ്ങിക്കാന്ന് വെക്കാം. ഇതങ്ങനെയല്ല. നമ്മുടെ ഏറ്റുസെറ്റ് ഹൃദയത്തിന്റെ നിലവാരങ്ങളെ വിവേചിച്ചുകൊണ്ട് ആമേശ്വതം നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ആമേശ്വതം ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അലക്ഷ്യമാക്കി കളഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആമേശ്വതം ഓടിച്ചെന്ന് മേടിച്ചുകൊണ്ട് വരുവാനോ കൂടെ ചേർക്കുവാനോ പറ്റുന്നവരെ ആണേ അല്ല. ആമേൻ. ഇവിടെ ഇതിന്റെ 5-ാം അധ്യായമല്ലേ വായിച്ചത്? 27-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
ആമേൻ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. അപ്പോൾ ഇസഹാക്ക് അത്യന്തം ഭ്രമിച്ചു നടങ്ങി. എന്നാൽ വേട്ട തേടി എന്റെ അടുക്കൽ കൊണ്ടുവന്നവനാർ? നീ വരും മുൻപാകെ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് പറഞ്ഞു. ഏശാവ് അപ്പന്റെ വാക്ക് കേട്ടപ്പോൾ അത് ദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു. അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു. അതിന് അവൻ, നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ശരി, യാക്കോബ് എന്നല്ല അവന്റെ പേർ. 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു, അവൻ എന്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു. ഇപ്പോൾ ഇതാ എന്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു. നീ എനിക്ക് ഒരു അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്ന് അവൻ ചോദിച്ചു. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അപ്പൊ നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് കൂടി. അതാണ് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. അവൻ വീണ്ടും കടന്നു വന്ന് എന്ത് ചെയ്തു? കരഞ്ഞു. മാനസാന്തരത്തിനിടം എന്ത് ചെയ്തില്ല? കണ്ടില്ലെന്നാ പറയുന്നത് കേട്ടോ. അപ്പന്റെ അടുക്കൽ കടന്നു വന്നവൻ കരഞ്ഞു. ആമേ സ്തോത്രം. അപ്പൻ ആമേ സ്തോത്രം അതായത് അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയാൻ ആമേശ്വതം ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്ന പൂർവ്വ പിതാവായിരിക്കുന്ന ദൈവമായിട്ട് ആമേശ്വതം ഏറ്റവും അടുത്ത് ബന്ധമുള്ളൊരു മനുഷ്യനാ. സ്വർഗത്തിലെ ദൈവത്തിന് വേണമെങ്കിൽ ഇസഹാക്കിനോട് പറയാ, എടാ നിന്റെ മകൻ യാക്കോബാണ് എന്ന് ദൈവത്തിന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ദൈവം അത് പറയാതിരുന്നതിന് കാരണം പായസം കൊടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഊണ് കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം വാങ്ങിയിട്ടുണ്ട്. ഇവൻ പറയുന്നത് ഇപ്പൊ കറക്റ്റാ. മറ്റവൻ അതെന്ത് ചെയ്തു? അലക്ഷ്യമാക്കി കളഞ്ഞു. മറ്റവനത് സ്വന്തം ലക്ഷ്യമാക്കിയില്ല, അലക്ഷ്യമാക്കി കളഞ്ഞു. അത് നിമിത്തം അവന്റെ ജീവിതത്തിൽ അതിനിടം കണ്ടെത്തിയില്ല. ആകയാൽ എബ്രായ ലേഖനത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. സ്തോത്രം. വായിക്കാം. നമ്മൾ വായിച്ച വാക്യത്തിന്റെ ഭാഗത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ രൂപം മനസ്സിലാവും. 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം, അതിന്റെ ആമേശ്വതം 15, 16, 17. ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ഇത്രയും കാര്യങ്ങൾ. ദുർനടപ്പുകാരനാകരുത്, കയ്പിന്റെ വേര് മുളക്കരുത്, കലക്കമുണ്ടാക്കുന്നവനാകരുത്. സ്തോത്രം. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ അഭക്തനാകരുത്. സ്തോത്രം. ഇതെല്ലാം സൂക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൈവസഭയെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അവൻ്റെ മടങ്ങി വരവ് അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു. ലോകാവസാനവും വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായി ഹല്ലേലൂയ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. 17-ാം വാക്യം. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിച്ചു. അവൻ പിന്നത്തേതിൽ, നമ്മളും ചിന്തിച്ചു, അല്ലെങ്കിൽ അവന് ചിന്തിച്ചിട്ടുണ്ടാകും, കുഴപ്പമില്ല, ഇന്ന് ജ്യേഷ്ഠാവകാശം കൊടുത്ത് അടുത്ത സമയത്ത് ഇത് തിരിച്ചെടുക്കാം. ഒരിക്കലുമില്ല പ്രിയമക്കളെ. ഇന്ന് വിട്ടു പിരിയുന്ന ദൈവകൃപ ഒരിക്കലും തിരിച്ച് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ അതിന് ഉറപ്പ് വരുത്തുന്നുണ്ട് കേട്ടോ. അതിന് തന്നെ 12-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മളെ വീണ്ടും പരിശുദ്ധാത്മാവ് ഇത് അറിയിക്കുകയാണ്. അന്നത്തെ BC-യിൽ നടന്ന സംഭവം ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഇത് അറിയിക്കുന്നത് ഇതുപോലത്തെ സംഭവം നിങ്ങൾക്കും ഉണ്ടാകാം. അവർക്ക് മാനസാന്തരത്തിന് ഇടം കണ്ടെത്തിയില്ല. 6-ാം അധ്യായം 4-ാം വാക്യം, 5-ാം വാക്യം. സ്തോത്രം. എബ്രായ ലേഖനം 6-ാം അധ്യായം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകോപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അതിന്റെ 11, 12 വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം
ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ഈ ആഗ്രഹിക്കുന്നു. വാക്യമാണ് നമ്മൾ എടുത്തത്. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം സ്നാനം കഴിഞ്ഞ്, ഇന്നത്തെ സ്നാന ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. സ്നാനം കഴിഞ്ഞ് സ്നാനക്കുളത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവന്റെ തലയിൽ കൈവച്ച് സ്നാനപ്പെടുത്തുന്ന അഭിഷിക്തൻ പ്രാർത്ഥിക്കും, മരണപര്യന്തം ജീവപര്യന്തം നീ വിശ്വസ്തനായിരുന്നാൽ. അവസാനത്തോളം പ്രിയ മക്കളെ, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തതാ, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുഗ്രഹികളായി തീരും. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ തക്കവിധം ഇന്ന് രാത്രികാലം നമുക്ക് ഒരുങ്ങാം. പ്രിയ മക്കളെ, എത്ര തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോകുമ്പോഴും സാത്താൻ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ കയ്പുള്ള വേരും കലക്കത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടുവന്നിട്ട കുഴപ്പമില്ല, കുറച്ചു സമയം കഴിയുമ്പോൾ നിനക്കത് തിരിച്ചു പിടിക്കാം എന്ന് ബുദ്ധിയെ മന്ത്രിക്കുമ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് ദുഃഖിക്കുകയാ. ഇല്ല കുഞ്ഞെ, നിനക്ക് അവിടെ കരകയറാൻ പറ്റത്തില്ല. ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം മാനസാന്തരത്തിനായി നീ ഒന്ന് വെച്ചു കൊടുത്താൽ അടുത്ത ദിവസങ്ങളിൽ നീ കണ്ണുനീരോടുകൂടി നിലവിളിയോടുകൂടി അടുത്ത് ചെന്നാലും നിനക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് അനുദിനവും നമ്മുടെ ബുദ്ധിയെ ഓർപ്പിക്കുന്നുണ്ട്. ഇന്ന് എന്ന് പറയുന്ന ദിവസം മന്ദതയുള്ളവരാകാതെ ഉത്സാഹത്തോടെ പ്രത്യാശ വെച്ചിരിക്കുന്നത് പ്രാപിച്ചെടുക്കാൻ തക്കവിധം ആത്മാവിൽ നമുക്ക് ഒരുക്കപ്പെടാം. ഹല്ലേലൂയ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനങ്ങളെ സ്വത്രം ആസ്വദിച്ചിട്ട് പിന്മാറിപ്പോയാൽ പിന്നത്തേതിൽ പുതുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ യേശാവിനെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുന്നു. അവൻ കണ്ണുനീരോടുകൂടി നിലവിളിയോടുകൂടി ദൈവസന്നിൽ വന്ന് അപേക്ഷിച്ചു, പക്ഷേ അവന് ലഭിച്ചില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നു. കർത്താവേ, കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ആ ഭക്തി അവരുടെ ജീവിതത്തിൽ വന്നിട്ട് സ്വന്തം പ്രത്യാശ വെച്ചിരിക്കുന്ന ഇടത്തേക്ക് കയറി പോകാൻ കഴിയാതെ വണ്ണം അവര് തടസ്സപ്പെട്ടു പോയെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവ് വീണ്ടും എഴുതി വെച്ചു. കർത്താവേ, ഞങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം നിത്യജീവൻ അവകാശമാക്കി എടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അതിൽ ആശ്രയിക്കുന്നു. കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണം. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വത്തിന്റെ ദൈവം എടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.